ദുർബലമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ഓരോ വിവാഹ ജീവിതവും ഓരോ ദാമ്പത്യ ജീവിതവും തകർന്നടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിനീതകറിയാം 19 കൊല്ലം കൊണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിൽ ജീവിക്കുകയാണ്. വിവാഹം ഏർപ്പെടുത്തിയില്ലെന്നേയുള്ളൂ. പക്ഷേ പരസ്പരം മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ശയനമുറിയിൽ ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുന്നവരാണ്. പക്ഷേ അവർ പരസ്പരം മിണ്ടുന്നില്ല, പരസ്പരം വൈരാഗ്യത്തോടെ കഴിഞ്ഞുകൂടുന്നു. അവർക്ക് ഒരിക്കലും തമ്മിൽ അടുക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് മസ്ലഹത്തിന്റെ ചർച്ചകൾ കഴിഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയാണ്. അയാൾക്ക് വിവാഹബന്ധം ഏർപ്പെടുത്തിയാൽ അയാളുടെ അഭിമാനത്തിന് നഷ്ടം സംഭവിക്കുമെന്ന് ഒരു കാര്യം ഓർത്തുകൊണ്ട് അയാൾ ക്ഷമിച്ചും സഹിച്ചും കഴിയുന്നു. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ജീവിതത്തിൽ പരസ്പരം സ്വരച്ചേർച്ചയില്ലാതെ, ഐക്യമില്ലാതെ, സ്നേഹമില്ലാതെ കഴിഞ്ഞുകൂടുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ചിലർക്ക് ഇതൊന്നും പ്രശ്നമല്ല, സഹിക്കാനുള്ള മനസ്സില്ല, ക്ഷമിക്കാനുള്ള മനസ്സില്ല. ഭാര്യയുടെ കുറവുകളെ കണ്ട് അവരുടെ നന്മകളെ മാത്രം നോക്കിക്കണ്ടിട്ട് കുറവുകളെ വിസ്മരിച്ചിട്ട് കൂടെ തന്റെ മാറോട് ചേർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള മനസ്സ് ചില ഭർത്താക്കന്മാർക്കില്ല. അതുപോലെ ചില ഭാര്യമാരും ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഭാര്യമാരെ അവർ വിദേശത്ത് പോയി എല്ലുമുറിയെ പണിയെടുക്കുമ്പോ അതിന്റെ സമ്പാദ്യം യഥേഷ്ടം മാസാമാസം നാട്ടിലും വീട്ടിലും അയച്ചു കൊടുക്കുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചിട്ട് ചില ഭാര്യമാര് ആ ഭർത്താക്കന്മാരെ അവഗണിച്ചുകൊണ്ട് കള്ളക്കാമുകന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷം എത്രയോ മുസ്ലിം ഭവനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സ്ട്രീറ്റുകളിൽ പോലും ഇതിന് ഒരു കുറവുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒരു ശയനമുറിയിൽ ഒരു വിരിപ്പിൽ വിശ്രമിക്കുന്ന, ഒരു വിരിപ്പിൽ കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തന്നെ കലഹത്തിന്റെ പകയുടെ വലിയ വലിയ കൂറ്റൻ മതിലുകൾ പ്രത്യക്ഷപ്പെടുന്ന ഈ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഓർത്തുവെക്കണം നാം. തസവ്വജു വലാ തുതല്ലിഖു ഫഇന്ന ത്വലാഖ യഹ്തസ്സു ലഹു അർശുർ റഹ്മാൻ. വിവാഹമോചനം നടത്തുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിനെ പോലും ഇളക്കം തട്ടുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തെ കോപത്തോടെ അനുവദിച്ചു തന്നത്. ന്യായമായ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യായമായും